ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL. NKLന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷനാണ്, നിങ്ങളുടെ സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം, നിങ്ങളുടെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് വന്നിട്ട്, അതായത് ഒരു ഇമേജിൻ്റെ സെൻട്രലായിട്ട് വന്നിട്ട് ഒരു മാർക്കും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ആ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ഈ ഒരു ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം അതിൻ്റെ ക്രോപ്പ് വന്ന് നമ്മളൊരു 1.010 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം താഴേക്ക് വന്നിട്ട് ഈ ഒരു മിറർ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ഈ ഒരു സർക്കുലർ റിപ്പിൾ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് നമ്മൾ 1 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫ്രീക്വൻസി ഒന്ന് 1 സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ താഴേക്ക് വന്നാൽ നമുക്ക് റേഡിയസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഒരു റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു സ്ട്രെങ്ത്തിൽ വരാം. സ്ട്രെങ്ത്തിൽ വന്നിട്ട് 3 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സെൻറ്ററിലൊരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ ഫേസിൽ നമ്മൾ മാറ്റൊന്നും വരുത്തണ്ട. സ്ട്രെങ്ത്തിൽ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 0.380 സെറ്റ് ചെയ്യുക. ശേഷം സെൻട്രലിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത അതേ വാല്യൂ. ഓക്കെ, 0.380. ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് എൻഡിലേക്കൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് കോപ്പി ചെയ്തിട്ട് അടുത്ത 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ പൾസ് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഈ ഒരു പൾസ് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സ്ട്രിങ് വന്ന് നമ്മൾ ഫുൾ ഇൻക്രീസ് ചെയ്യുക, ഫ്രീക്വൻസി വന്ന് നമ്മൾ ഫുള്ള് ഡിക്രീസ് ചെയ്യുക. അതായത് ഫ്രീക്വൻസി 0 സ്ട്രിങ് നമ്മൾ 1 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഗ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഗ്രോ സെലക്ട് ചെയ്യുക. ഗ്രോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്തതുപോലെ 3 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതുപോലെ 3 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 2 സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 2 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെൻട്രലിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ തന്നെയാണ്, അതായത് 1.10 ആണ്. ആ ഒരു വാല്യൂ തന്നെയാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് കോപ്പി ചെയ്ത് വെച്ച കർവ് പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ഷെയ്ക്ക് കൊണ്ടുവരണം. നിങ്ങൾ ആ പ്രിവ്യൂ കണ്ടപ്പം ഒരു ചെറിയൊരു ഷെയ്ക്കും കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഷെയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഈ ഒരു ഓസിലേറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ആംഗിൾ വന്ന് നമ്മൾ 90 ആക്കി കൊടുക്കുക. ഓക്കെ, 90 ആക്കി കൊടുക്കുക. ശേഷം ഫ്രീക്വൻസിയിൽ വരാം. ഫ്രീക്വൻസി വന്ന് നമ്മളൊരു 5 ആക്കി കൊടുക്കാം. ഓക്കെ, ഫ്രീക്വൻസി 5 ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡിൽ വരാം. മാഗ്നിറ്റ്യൂഡിൽ വന്നിട്ട് എൻഡിലൊരു കീ ഫ്രെയിം, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊരു 100 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത കർവ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ
ഈ ഒരു ഷെയ്ക്കും കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും എഫക്റ്റ് പോവുക എഫക്റ്റ് പോവുക കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം എക്സ്പ്ലോഷറിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 1 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് കേവ് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, ബ്ലറിൽ പോയിട്ട് മോഷൻ ബ്ലർ, നമ്മളെ ലാസ്റ്റ് എഫക്റ്റാണ് മോഷൻ ബ്ലർ, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ ഒരു 2 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്കിപ്പം നോക്കിയതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാ എഫക്റ്റും കോപ്പി ചെയ്യുക. ശേഷം ഈ ഒരു അടുത്ത ക്ലിപ്പിൽ വന്ന് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്ലേ ചെയ്താൽ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലൊക്കെ നിങ്ങളിതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.